ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായി എന്ന് പ്രചരിപ്പിക്കുന്ന പാർട്ടി വിരുദ്ധരെ കൊണ്ട് നാട്ടിൽ രക്ഷയില്ല. നാടുനീളെ അത്തരം നുണകൾ പ്രചരിപ്പിച്ചാൽ സത്യമല്ലാതാകുമോ? 4 സീറ്റിൽ നിന്ന് 8 സീറ്റിലേക്ക് എത്തിയിട്ടും അമ്മാതിരി വർത്തമാനം പറയുന്നവരോട് ഇടതുമുന്നണി കൺവീനർ തന്നെ മറുപടി പറയും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 2009 നേടിയെടുത്ത 4 സീറ്റും നിലനിർത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. കൂടാതെയാണ് ഈ 4 സീറ്റ് വിജയിച്ചിരിക്കുന്നത്. ആ 4 സീറ്റും കൂടി 8 സീറ്റായി. 4-ൽ നിന്ന് 8 സീറ്റായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റു എന്ന് മാധ്യമങ്ങളെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും പറയിപ്പിച്ചാൽ അങ്ങനെയുള്ള ഒരു സ്ഥിതിയാവുക. പണ്ടാരോ ആടിനെയും കൊണ്ടുപോകുമ്പോൾ ഓരോരുത്തരായി നിന്ന് പറഞ്ഞു പട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആടിനെ വിട്ടേച്ചു പോയതുപോലെ ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് ജയിച്ച ഈ 4 സീറ്റിൽ കൂടി ഞങ്ങൾ എന്താ രാജിവെക്കണം? എന്താ ഇപ്പം അതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. പ്രചരണത്തിൻ്റെ രീതി അതാണ്. നമുക്കൊക്കെ തോന്നുന്നു നമ്മൾ ഏതോ ഒരു ക്ഷീണം വന്നു എന്നുള്ള നിലയിലാണ്. യഥാർത്ഥത്തിലുണ്ടായ ഒരു സാഹചര്യം അതാണ്. കഴിഞ്ഞ പ്രാവശ്യവും കൊല്ലം അവരാണ് ജയിച്ചിരുന്നത്, ഇപ്രാവശ്യവും അവരാണ് ജയിച്ചത്. പക്ഷേ കൊല്ലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് ഒരു അനിവാര്യമായ ആവശ്യമാണെന്നുള്ള നിലയിലാണ് അവിടുത്തെ പ്രസക്തി ഉണ്ടാകുന്നത്. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? കഴിഞ്ഞ പ്രാവശ്യം വടകര അവർ ജയിച്ചത് ഒരുവിധം ഭൂരിപക്ഷത്തോടു കൂടിയാണ്. ഇത്തവണ ജയിച്ചത് 3500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം ഇക്കാര്യത്തിൽ കാണാൻ കഴിയണം. മാത്രമല്ല, വോട്ടിൻ്റെ എണ്ണത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു 1.4% വോട്ട് ഇടതുപക്ഷം നേടിയെടുത്തിട്ടുണ്ട് കൂടുതൽ. അതിലേറെ വോട്ട് കുറവ് UDF-നുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഒരു കുറവല്ലെന്നും ഇതൊക്കെ ഒരു കൂടുതലാണെന്നും വരുത്തി തീർക്കാൻ ഉള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആടിനെ പട്ടിയാക്കുന്ന ഈ സമീപനം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം അതിന് വന്നിരിക്കുന്ന ഏതെങ്കിലും വീഴ്ചകളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ അത് അതാത് സ്ഥലത്ത് പരിശോധിക്കുകയും അത് തിരുത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇടതുപക്ഷം എക്കാലത്തെയും വലിയ മുന്നേറ്റത്തിലാണ് എന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിലും വലിയ വിജയം പ്രതീക്ഷിക്കുന്നവരെ പാർട്ടി വിരുദ്ധരായി കണക്കാക്കുന്നതാണ്. 20 സീറ്റിൽ 8 സീറ്റാണ് സഖാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.